കുറച്ച് നെത്തോലിയാണ് കിട്ടിയേക്കുന്നത്. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നെത്തോലി എന്നാണ് പറയുന്നത്. നിങ്ങളവിടെയൊക്കെ വേറെ എന്തൊക്കെ പല സ്ഥലങ്ങളിലും പലതാണ് പറയുന്നത്. അപ്പം നെത്തോലി തോരൻ വയ്ക്കാനായിട്ടാണ്. അതിന് വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മളത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. നെത്തോലിയും ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ കുഞ്ഞുള്ളിയും അരിഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെ ചേർത്തിട്ടാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ട തേങ്ങ, കുറച്ച് മുളക്, ഏത് മുളക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പച്ചമുളകോ അല്ലെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലിയോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ നല്ല കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ പച്ച കാന്താരിയാണ് എടുത്തേക്കുന്നത്. ഇത് അരയ്ക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ തോരൻ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല പച്ച കാന്താരി അരച്ചതാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട എരിവിന് ആവശ്യത്തിന് വേണ്ടത് കണക്ക് ഉപയോഗിക്കാം. അതും പിന്നീട് വെളുത്തുള്ളി, കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും തേങ്ങയും ചേർത്ത് വെളുത്തുള്ളിയും വേണം. 2 3 കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ല പേസ്റ്റ് കണക്ക് അരച്ചെടുക്കേണ്ട. തോരത്തിനൊക്കെ നമ്മൾ ചതയ്ക്കുന്നത് പോലെ തന്നെ അങ്ങനെ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. നന്നായിട്ട് ക്ലീനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വെന്ത് വന്നതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് തട്ടി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇത് തിള വന്നിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടിയാൽ ഇപ്പം തന്നെ നെത്തോലി വെന്തിട്ടുണ്ട്. ചിലരിത് മുള്ള് ഊരിയിട്ടാണ് വെക്കുന്നത്. നമ്മൾ മുള്ള് ഊരാതെയാണ് വെക്കുന്നത്. കാരണം ഇതിൽ നിറയെ കാൽസ്യം ഉണ്ട്. അപ്പോൾ നമ്മൾ മുള്ള് ഊരാതെ കഴിക്കുന്നത് മുള്ള് കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് മുള്ള് ഊരാതെയാണ് വെക്കുന്നത്. നമ്മൾ മിക്സിയിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ അരപ്പ് ഈ മീനിലേക്ക് തട്ടി കൊടുക്കാം. കട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കും. കുറച്ച് അതിൻ്റെ കളറിന് വേണ്ടി മാത്രമാണ് കുറച്ച്. അപ്പോൾ നമ്മൾ അരപ്പിട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരപ്പും കൂടെ ഒന്ന് ആ പച്ച ചുവയൊന്ന് മാറുന്ന രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് നമുക്കിത് ഓഫാക്കാം. ഇപ്പം നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല അതിനകത്ത്. എണ്ണ അവസാനം മാത്രം കുറച്ച് എണ്ണ ചേർക്കാറുള്ളൂ ഇവിടെ, വളരെ കുറച്ച്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ആ എണ്ണയുടെ ഒരു ഫ്ലേവറും കിട്ടും. എന്നാൽ അധികം എണ്ണ അതിനകത്ത് ഉണ്ടാവത്തുമില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മാത്രം കുറച്ച് പച്ച എണ്ണ ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി നന്നായിട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ടായിട്ടുണ്ട്. ഇനി കുറച്ചൊരു വെള്ളം കൂടെ കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിനെ ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. കാണുമ്പം അറിയാം നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ആവിയിലൊക്കെ അടച്ച് വെച്ച് വേവിക്കുമായിരുന്നു. ഇപ്പം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ ആ ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ വഴി കാന്താരി തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നല്ല കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. നമുക്ക് അധികം എണ്ണയൊന്നും വേണ്ട. എണ്ണയൊന്നും അധികം ഒന്നിനും ഞാൻ ഉപയോഗിക്കാറില്ല അധികം. അപ്പം അധികം എണ്ണയൊന്നും വേണ്ട. വേഗത്തിൽ എളുപ്പം ഈസിയായിട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതെല്ലാവരും കൃത്യമായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേറെ ഒന്നുമില്ല, നമുക്ക് ഈസിയാണ്. കാണുമ്പോഴും ഇത് കണക്കാണ്, ചെയ്യുമ്പോഴും ഇത് കണക്കാണ്. തേങ്ങ ചെരുകാൻ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുക. അത് സാധാരണ നമ്മൾ വീട്ടമ്മമാരെല്ലാവരും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുമ്പോഴേക്കും ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, മറന്നു പോരുത്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിനെ ഗ്യാസ് ഓഫാക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നമ്മൾ ആ ചട്ടിയിൽ അതിൻ്റെ ഒരു മണം, നല്ല പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുമ്പോൾ ഒരു മണം ഉണ്ടാവുമല്ലോ, അത് ഒട്ടും തന്നെ പോവാതെ തന്നെ നമ്മൾ പിന്നീട് അധികം നേരം ഇതിനകത്ത് ഇട്ടേക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഇത് ആയിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് എന്നെ ഓഫാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറന്നു പോരുത് എല്ലാവരും.